വാർത്തകൾ തുടരുന്നു. ഗാന്ധി ദർശൻ സമിതിയും പൂർണോദയ പുസ്തകശാലയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സഞ്ചരിക്കുന്ന പുസ്തകശാലയുടെ വലപ്പാട് ഉപജില്ലാതല ഉദ്ഘാടനം പെരിഞ്ഞനം എസ്.എൻ. സ്മാരകം യു.പി. സ്കൂളിൽ നടന്നു. മഹാത്മാഗാന്ധിയുടെ ജീവിതവും ദർശനവും വിദ്യാർത്ഥികളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുസ്തകവണ്ടി പ്രദർശനം നടത്തുന്നത്. വി.എസ്. സുനിൽകുമാർ എം.എൽ.എ. പുസ്തകവണ്ടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുസ്തകവണ്ടിയിലുള്ള മിക്കവാറും പുസ്തകങ്ങൾ ഗാന്ധിജിയുടെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് അധികവും. മഹാത്മാഗാന്ധി ആരാണെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ബാപ്പു എന്നാണ് അദ്ദേഹത്തെ നമ്മൾ വിളിച്ചത്. അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്ന ആളാണ്. ഇതൊക്കെ നമ്മൾ സ്കൂൾ പുസ്തകത്തിൽ പഠിക്കുന്ന കാര്യം. ഗാന്ധിജി ആരാണ് നമ്മുടെ രാഷ്ട്രപിതാവ്? മഹാത്മാഗാന്ധി. ആരാണ് ബാപ്പു? മഹാത്മാഗാന്ധി. അദ്ദേഹത്തിന്റെ പൂർണ്ണപേരെന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന സാധാരണ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ മാത്രമല്ല ഗാന്ധിജിയെ കുറിച്ച് പഠിക്കേണ്ടത്. ഗാന്ധിജി എങ്ങനെയാണ് ബാപ്പു ആയത്, എങ്ങനെയാണ് മഹാത്മാഗാന്ധി ആയത്, എങ്ങനെയാണ് രാഷ്ട്രപിതാവായത്, അതേ നമ്മുടെ നാടിന് വേണ്ടി എന്താണ് ചെയ്തത്, അതേ നമ്മളോട് പറഞ്ഞ സന്ദേശം എന്താണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പ്രകൃതിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, മതങ്ങളെ പറ്റി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത മോഹൻദാസ്, സ്കൂൾ PTA പ്രസിഡന്റ് KP ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം നിർമ്മല പീതാംബരൻ, TV വിനോദ്, ER കാർത്തികേയൻ, പ്രശോഭ് P വേണുഗോപാൽ, VB ഷൈൻ എന്നിവർ പ്രസംഗിച്ചു. വിവിധ സ്കൂളുകളിലെ സ്വീകരണത്തിന് ശേഷം ഈ മാസം 31-ന് ചേറ്റുവ ഗവൺമെന്റ് മാപ്പിള UP സ്കൂളിലാണ് സഞ്ചരിക്കുന്ന പുസ്തകശാലയ്ക്ക് സമാപനമാകുക. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവത്തിന് EMS സാംസ്കാരിക നിലയത്തിൽ വെള്ളിയാഴ്ച തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കൃഷ്ണാനന്ദ് കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സൂരത് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുബൈദ മുഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ ലീന രാമനാഥൻ, CV സുനിൽകുമാർ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മുനീർ ഇടശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വാടാനപ്പള്ളി സെന്ററിൽ നിന്ന് ഘോഷയാത്രയും നടന്നു. തൃത്തല്ലൂർ UP സ്കൂളിലെ 3ാമത് കൊയ്ത്തുത്സവവും പച്ചക്കറി വിളവെടുപ്പും വെള്ളിയാഴ്ച ഉത്സവാന്തരീക്ഷത്തിൽ നടത്തി. ജനപ്രതിനിധികളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ കൊയ്ത്തുപാട്ടിന്റെ ഈരടിയോടെ TN പ്രതാപൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി കൃഷ്ണാനന്ദ് അധ്യക്ഷയായിരുന്നു. കോർഡിനേറ്റർ KS ദീപൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS സൂരത് കുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. വാടാനപ്പള്ളി കൃഷി ഓഫീസർ M മുർഷിദ് പദ്ധതി വിശദീകരണം നടത്തി. പ്രധാനാധ്യാപിക CP ഷീജ, കൃഷി ഓഫീസർ KJ ഒനീൽ, മാതൃസംഗമം പ്രസിഡന്റ് ബിന്ദു പ്രഭു, PTA വൈസ് പ്രസിഡന്റ് AA ജാഫർ, തൃത്തല്ലൂർ ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രതിനിധി അർജുനൻ, ഗ്രീൻ പോലീസ് ഓഫീസർ KB മിനി, പ്രകാശ് കരിപ്പാടത്ത്, പ്രമുഖ ഗാന്ധിയൻ CV മുഹമ്മദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇടവിള കൃഷിക്ക് ആവശ്യമായ നടീൽ വസ്തുക്കളുടെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് തല വിതരണോദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ നിർവഹിച്ചു. രജിസ്റ്റർ ചെയ്യപ്പെട്ട കേരോത്പാദക സംഘങ്ങൾ വഴി കർഷകർക്ക് ഇടവിള കൃഷിയുടെ ഭാഗമായി വാഴക്കന്നുകളും വിതരണം ചെയ്തിട്ടുണ്ട്. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ചേന, ഇഞ്ചി, കൂർക്ക എന്നിവയുടെ വിതരണവും നടക്കും. നാട്ടിക പഞ്ചായത്തിലെ 15 സഹകരണ സംഘങ്ങൾക്കാണ് വാഴക്കന്നുകൾ വിതരണം ചെയ്തത്. ഒരു സംഘത്തിന് 200 എണ്ണം വീതമാണ് നൽകിയത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുചിത്ര രാധാകൃഷ്ണൻ, സജു ഹരിദാസ്, CK കുട്ടൻ മാസ്റ്റർ, KV സുകുമാരൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, ലിജി നിധിൻ, MV വിമൽകുമാർ, സത്യഭാമ ജയപാലൻ എന്നിവർ പങ്കെടുത്തു. അപസ്മാര രോഗ ചികിത്സയിലായിരുന്ന 7ാം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു. ചന്ദ്രാപിന്നി 17ാം കല്ല് സ്വദേശി മാന്തുരുത്തി മനോജിന്റെ മകൾ സ്മിനു എന്ന 15 വയസ്സുകാരിയാണ് മരിച്ചത്. എടമുട്ടം പാലപ്പെട്ടി സരസ്വതി വിലാസം UP സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ചികിത്സാ പിഴവ് മൂലമാണ് വിദ്യാർത്ഥിനി മരിക്കാനിടയായതെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. 2 വർഷമായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സ്മിനു. തുടർന്ന് കഴിഞ്ഞ ദിവസം മരുന്ന് മാറ്റി നൽകിയതായി ബന്ധുക്കൾ പറഞ്ഞു. ഇതിനുശേഷം കുട്ടിക്ക് കടുത്ത പനിയും ശരീരമാസകലം പൊള്ളലേറ്റ നിലയിലും കണ്ടു തുടങ്ങി. ഇതിനെ തുടർന്ന് ഇതേ ആശുപത്രിയിൽ 2 ദിവസം അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു.
വിദ്യാർത്ഥിനിയുടെ നില വഷളായതിനെ തുടർന്ന് എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും വെള്ളിയാഴ്ച പുലർച്ചെയോടെ മരണപ്പെടുകയായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. വിദ്യാർത്ഥിനിയുടെ മരണത്തെ തുടർന്ന് സ്കൂളിന് അവധി നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എടമുട്ടത്ത് KV ദാമോദരൻ മെമ്മോറിയൽ ട്രസ്റ്റിന് നിയമസഭാ സ്പീക്കർ G കാർത്തികേയൻ തുടക്കം കുറിച്ചു. പുരസ്കാര വിതരണവും നടന്നു. ഇരിങ്ങാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് തുടക്കമായി. വിദ്യാർത്ഥികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കാൻ സഞ്ചരിക്കുന്ന പുസ്തകശാലയെത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.